ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ, പത്രമാറ്റിൻ്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇയാൾ അബി അനാമികയും അബിയും കൂടിയുള്ള സംഭാഷണമാണ്. അപ്പോൾ അനാമിക ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് അബിക്കറിയാം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്, ആരും കാണാത്ത ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ ബ്യൂട്ടി പാർലറിലും ഒന്ന് പോയില്ലേ? കാരണം ഇൻ്റർവ്യൂ കൊടുക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ മീഡിയയിലൊക്കെ വരുന്നതല്ലേ, അപ്പോൾ പോയില്ലേ ചോദിക്കുക. അപ്പോൾ അവൾ പറയില്ലേ, അബിയേട്ടാ ഞാൻ തന്നെയാണ് ഇന്ന് സ്വയം മേക്കപ്പ് ചെയ്തത് പറയും. ബ്യൂട്ടി പാർലറിൽ പോയാൽ കുറച്ചും കൂടെ ഒരു ഇതായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയാം അല്ല, ഇന്നിപ്പോൾ ഇങ്ങനെ മതി, കാരണം കുറച്ച് സാഡായിട്ടുള്ള ഇതല്ല ഇൻ്റർവ്യൂ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ മോള് എല്ലാ കാര്യങ്ങളും പറയണം. അനന്തപുരിയിലെ ആ കിളവന് എങ്ങനെ പറയണം, ആ പടു കിളവന് കാറിന്ന് ഇറങ്ങാൻ പറ്റാത്ത അത്ര ഇതാക്കിയിട്ട് വേണം പറയാൻ. കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകളുടെ മുന്നിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി വെക്കണം എന്നിങ്ങനെ പറയണം. പിന്നെ ഒരു കാരണവശാലും ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് എവിടെയും പറഞ്ഞു പോവരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയും ഇല്ല, ഒരിക്കലും ഞാനത് പറയില്ല അബിയേട്ട. അവിടെ അബിയേട്ടനും അപ്പച്ചിയായിരുന്നു എനിക്ക് എല്ലാ സഹായം ചെയ്തു തന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അബിയേട്ടൻ്റെ അപ്പച്ചിയുടെ പേര് ഞാൻ എവിടെയും പറയില്ല. പിന്നെ ശത്രുക്കളെ ഞാൻ അങ്ങനെ വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല എന്നിങ്ങനെ പറയണം. എല്ലാം ഇന്നത്തോടു കൂടി അതൊക്കെ പിന്നെ പൊളിച്ചടക്കും ഞാൻ. ആ ആദർശധീരണ്ടല്ലോ, അയാളെയാണ് ഞാനിന്ന് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടാളും കൂടെ ഡീൽ ഉറപ്പിച്ചിട്ട് അങ്ങനെ അവൾ പറയുന്നത് ഞാൻ പോവുകയാണ് അബിയേട്ട. അത് 2 എപ്പിസോഡായിട്ടാണ് ഇറക്കുന്നത്. ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ, രണ്ടാമത് പിന്നെ കൊടുക്കുകയാണെന്നൊക്കെ. ആയിക്കോട്ടെ, അതെന്താ വെച്ചാൽ ചെയ്തോളൂ എന്നറിയാം. അപ്പോൾ അറിയോ ഒക്കെ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അബി വിടുകയാണ് അനാമികേനെ. അങ്ങനെ അനാമിക ഇൻ്റർവ്യൂ കൊടുക്കാൻ പോകണം. ഇൻ്റർവ്യൂവിൽ പറയുന്നത് നെല്ലും പതിരും എന്നുള്ള ഒരു ഇതായിട്ടാണ് കൊടുക്കുന്നത്. നെല്ലും പതിരും, ഒരു ചാനലിൽ നെല്ലും പതിരും എന്നുള്ള സത്യവും മിഥ്യയും അതിൻ്റെ ഒരു ഇതാണ്, നെല്ലും പതിരും തിരിച്ചറിയാൻ ആളുകളെക്കുറിച്ച്. അപ്പോൾ പറയുന്നുണ്ട് ഇതിൽ പൂർത്തിസ് ഗ്രൂപ്പിലെ ആദർശ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് അനഘ എന്നൊരു പെൺകുട്ടിയെ അയാളുടെ വിവാഹത്തിന് മുന്നേ കല്യാണം കഴിച്ചൊരു കുഞ്ഞാക്കി എന്തൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അതാണ് കഥ. അപ്പോൾ അതിങ്ങനെ ആദർശും നയനയും ലാപ്ടോപ്പിലിരുന്ന് കാണുന്നുണ്ട്, കുടുംബത്ത് എല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട് ഈ വീഡിയോ. അപ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറയുകയെന്നറിയോ ഇയാളെ കുറിച്ചിട്ട്. അനാമികയാണ് അനാമികയോടാണ് പറയുന്നത്. അപ്പോൾ അനാമിക അതിനെപ്പറ്റി പറയുന്നത്, ഞാൻ എല്ലാ പെൺകുട്ടികളെയും പോലെയും ഞാനും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് അനന്തപുരി എന്ന് പറഞ്ഞ തറവാട്ടിക്ക് കയറി ചെന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ പ്രപ്പോസൽ വന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പറയും എനിക്ക് കവിതയും കഥകളൊക്കെ ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ അനന്തപുരിയിലെ ചെറിയ പേരക്കുട്ടിയായ അനിരുദ്ധൻ ഇങ്ങനെ കവിതയും കഥകളൊക്കെ എഴുതുന്ന ആൾ. അയാൾ എഴുതിയൊരു കവിത എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ അയാളോട് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത്. എൻ്റെ ജീവിതം നശിക്കാൻ തന്നെ അതാണ് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ സംഭവിച്ചു വയ്ക്കുക. അപ്പോൾ പറയും ഞാൻ അങ്ങനെ അതിനെപ്പറ്റി അയാളുടെ അടുത്തൊരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. അതിൻ്റെ മുകളിലാണ് തുടക്കം. പിന്നെ അവർ വേഗം ആലോചനയായിട്ട് അയാൾ എൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ആലോചനയായിട്ട് അങ്ങനെയാണ്. അപ്പോൾ അനന്തപുരി പോലെയുള്ളൊരു വീട്ടിലേക്കൊരു ആലോചനയും കൊണ്ട് വരുമ്പോൾ പിന്നെ എല്ലാവർക്കും സന്തോഷമാവുമല്ലോ. അങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയും ആ കല്യാണത്തിന് സമ്മതിച്ചതും ഗംഭീരമായിട്ട് ആ കല്യാണം നടത്തിയതും. പക്ഷേ ആദ്യമൊക്കെ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ആളുകളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. പിന്നെ അപ്പോൾ നിങ്ങളെ കൂടാണ്ട് വേറെ 2 മരുമക്കളില്ലേ അവിടെ ചോദിക്കും. അപ്പോൾ പറയും അവർ ചേച്ചി അനിയത്തിയാണ്, അവരും ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ആരും പുറത്തൊന്നും പറയുന്നില്ല. അങ്ങനെ അവർ പിന്നെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നതാണ്, ഒരു ഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് പലതും അവർ സഹിക്കുകയാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശി. അപ്പോൾ പറയും പാമ്പിനാണല്ലോ നമ്മൾ പാല് കൊടുത്തുകൊണ്ട് ഇരുന്നിരുന്നത് എന്നറിയും. വെറും പാമ്പല്ല, വിഷപ്പാമ്പിന് പാല് കൊടുത്തിരുന്നത് അറിയാണ് മുത്തശ്ശി കേട്ടോ. അപ്പോൾ പറയും പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പറയുക അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ആദ്യമൊക്കെ അച്ഛനും അമ്മയും എന്നോട് അവിടെ തന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ പറയുമായിരുന്നു. ഇപ്പോൾ പിന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ബോധ്യമായ സമയത്തായതുകൊണ്ടാണ് അവരെന്നോട് തിരിച്ചു പോരാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരയിലും പറയലും ഒക്കെ പാടെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. ഇതൊക്കെ കണ്ട് തരിച്ചിരിക്കുകയാണ് ആദർശും നയനും ഇവിടെ ഇവരും ഒക്കെ. അപ്പോൾ അറിയുമ്പോൾ നയന പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് പറയട്ടെ, എന്താ വെച്ചാൽ അവിടെ പറയട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നിങ്ങനെ പറയേണ്ട ആദർശ്.
അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൂടെ പറയും ഇനി എന്താ ഇത് ചെയ്യുക. ജലജയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അവളിത് എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുക. ഇതിൻ്റെ പിന്നിൽ നിൻ്റെ മകനെങ്ങാനും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുമോ, അബി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ പല തെറ്റുകളുണ്ടെങ്കിലും ഞാനിത് കണ്ണടച്ച് വിട്ടു, അവൻ്റെ അനിയുടെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ചിട്ട് പലതിനും ഞാൻ കണ്ണടച്ച് വിട്ടു. പക്ഷെ അവൾ ഇത്രയ്ക്ക് വിഷമാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ എന്നെ ചോദിക്കുക. അപ്പോൾ പറയും അവരേതുവരെ പോകുന്ന നോക്കാം, അതൊരു ലോക്കൽ ചാനലിനാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് പിടിച്ചിട്ട് എല്ലാ ചാനലുകാരും വരും, ഇൻ്റർവ്യൂ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും വരട്ടെ, ആരോടും ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട, അവിടെ പറയുന്നവർ പറയട്ടെ, ഇതിലിപ്പോൾ ഒന്നും സത്യമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം, അതുകൊണ്ട് അവിടെ പറയുന്നവർ അവിടെ എന്ത് വേണമെങ്കിലും പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ദേവയാനിക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമവുമാണ്. അപ്പോൾ അവൾ ഇത്രയ്ക്കും ഫ്രോഡാന്നുള്ളത് അവൾ ഫ്രോഡാന്നുള്ള എല്ലാവർക്കും അറിയാം. കാരണം വേണു വന്നത് തന്നെ ഇവിടുത്തെ സ്വത്ത് മുതൽ കണ്ടിട്ടാണ് മകളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് തന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ കാണിച്ചത് കൂട്ടിയതെന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ അത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് വല്ല സംസാരം. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇവിടെ ജാനകിയും ജലജയും കൂടി ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട് പിന്നെ ഇൻ്റർവ്യൂ കണ്ടിട്ട് അറിയാം, എന്തായാലും ഞാൻ അവളെ ഭാഗത്ത് തന്നെ നിൽക്കുള്ളൂ, അവളെ ചില്ലറായിട്ടൊന്നല്ല ഇവിടെ എല്ലാവരും ഉപദ്രവിച്ചിരിക്കുന്നത്, അവളെ ഇത്രയും നാണം കെടുത്തിയത് ഇവിടെ ഉള്ളവർ തന്നെയാണ്, അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉള്ളവർ തന്നെയാണ് കാരണക്കാർ. പിന്നെ ആദർശ് പിന്നെ എന്താണ് ചെയ്ത് വലിയൊരു തെറ്റ് എല്ലാവരും കൂടെ മറച്ചു വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ വരുന്നുണ്ട്. അപ്പോൾ നവ്യ വന്നിട്ട് പറയും എന്തൊക്കെയായാലും ആദർശേട്ടനെ കുറിച്ച് ഇത്രയും ഇതായിട്ട് പറയേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് വളരെ മോശമായി പോയി, നമുക്കറിയുന്നത് അവളിങ്ങനെ പബ്ലിക്കായിട്ട് ഇരുന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, പറയേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയാം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു എപ്പിസോഡേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും പുറത്തിറങ്ങാണ്ട്, രണ്ടാമത്തെ ഇത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പോഴേക്കും അനി അങ്ങോട്ട് വരും. അപ്പോൾ അനി വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ കേട്ടില്ലേ നീ അറിയുമ്പോൾ പറഞ്ഞു, അതാ പറഞ്ഞത് അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയ അത്രയും നല്ലത്, അവളെപ്പോലെ ഒരു പെണ്ണിനെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ സഹിച്ച നമ്മളെ പറഞ്ഞാൽ മതി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ പറയും നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ വല്ല ഇതുമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നറിയാം, അമ്മ കൊണ്ടുവരണമെങ്കിൽ അമ്മേനെ അങ്ങോട്ട് കൂടെ ജീവിക്കേണ്ടി വരും, എന്നെ അതിന് കിട്ടില്ല എന്നിങ്ങനെ അനിരുദ്ധൻ പറയുന്നുണ്ട്. എന്നെ അതിന് കിട്ടില്ല, ഞാൻ അതിന് നിൽക്കില്ല അറിയാം, നിൻ്റെ കൂടെ തന്നെ അവൾ ജീവിക്കുന്ന പറയുമ്പോൾ അത് അമ്മയല്ല തീരുമാനിക്കുക, ഞാനാണ് തീരുമാനിക്കുക, നിന്നെ ഒഴിവാക്കിയിട്ട് പിന്നെ അവളെ ഒഴിവാക്കിയിട്ട് നീ ഇവളുമാരുടെ അനിയത്തീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനിരുദ്ധം പറയും മുത്തശ്ശനും മുത്തശ്ശി എത്രത്തോളം വിഷമിച്ചിരിക്കുകയെന്ന് നിനക്കറിയോ, നീ കാരണമാണ് അതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജാനകി കേട്ടോ. അപ്പോൾ അവർ വാർദ്ധക്യത്തിലേക്ക് കാലിൽ നിന്നിട്ടിരിക്കുന്ന അവരെ ഇത്രയും വിഷമിപ്പിക്കുന്നത് നീ ഒറ്റൊരുത്തൻ കാരണമല്ലേ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നത് അവളെ സ്നേഹിക്കാഞ്ഞിട്ടല്ലേ, മറ്റൊരുത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയനെ കുറ്റം പറയാൻ കേട്ടോ. കുറ്റം പറയുന്ന സമയത്ത് പിന്നെ അവിടെ മുത്തശ്ശൻ്റെ അടുത്തേക്കും മുത്തശ്ശിയുടെ അടുത്തേക്കും ചെല്ലുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഈ വേണും പിന്നെ ജാനകിയും വേണും രേവതിയും അനാമികയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയും നന്നായി മോളെ, ഇങ്ങനെ തന്നെ കൊടുക്കണം, ഇനി അടുത്തതും നമുക്ക് പിന്നെ അടുത്തൊരു ഇതും കൂടി പറയാനുണ്ട്, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടില്ല, ഒരു 2 പാർട്ടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിൽ കഴിഞ്ഞ് ഇനി രണ്ടാമത്തേലും ഇതിൻ്റെ അപ്പുറം പറയണം, ആരും വിട്ടുപോകരുത്, നീ എല്ലാവരും പറയണം. ആട്ടോ അവസാനം അയാൾ കോംപ്രമൈസിന് ഒഴിക്കുമ്പോൾ കോടികൾ തന്നെ നമുക്ക് ചോദിക്കണം, കോടികൾ ചോദിച്ചിട്ട് വേണം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ എന്നിട്ട് നീ നിൻ്റെ ഇഷ്ടപ്പെട്ട ആളായിട്ട് നീ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പരാതിയില്ല, പക്ഷെ അവൻ പണം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ വരുന്നതെന്ന് നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അനിരുദ്ധൻ പിന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്കും വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയും വാ നീ, അപ്പോൾ മുത്തശ്ശി അറിയാവും മനസ്സ് തകർന്നിട്ടാണ് അവൻ നടക്കുന്നത് പാവം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അനി വരുമ്പോൾ. അപ്പോൾ പറയാം ഞാൻ കാരണമാണോ മുത്തശ്ശി ഇത്രയും വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും അതിനിപ്പോൾ ആരുടെയും കാരണമൊന്നുമല്ല, നമുക്കിപ്പോൾ കുറച്ച് കാലക്കേടുണ്ട്, അത് തീരണ വരെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, അതിനിപ്പോൾ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്ന് പറയും. അപ്പോൾ അവൾ ഒരു ഇതല്ലേ വിട്ടിട്ടുള്ളൂ, നമുക്ക് മറ്റേതിന് ചാനലുകാരോട് നിർത്തിവെക്കാൻ പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അത് രണ്ടാമത്തെ ഇൻ്റർവ്യൂ കൊടുക്കട്ടെ, അവരുടെ ഇതുപോലെ ചെയ്യട്ടെ, ബാക്കിയൊക്കെ നമുക്ക് വരും പോലെ കാണാം, പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട മോനെ, നീ സന്തോഷമായിട്ടിരിക്കുക, ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമില്ല, അതൊക്കെ അനുഭവിക്കേണ്ടതല്ലേ, അതൊന്നും നമുക്ക് പിന്നെ പ്രശ്നമില്ല, എന്നാലും നിൻ്റെ ജീവിതത്തിൽ നിന്ന്
അവൾ പോയി കിട്ടിയല്ലോ അതന്നെ നല്ല കാര്യം. ഇനി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ. പിന്നെ അനി നന്ദുവിനുള്ളൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് അയക്കുമ്പോൾ പിന്നെ എന്താണ് അനി ചോദിക്കുകയാണ് നന്ദുവിനോട്, നീ പിന്നെ അയാളുടെ വീട് കയറി തല്ലിയിരുന്നില്ല ഇതിന് മുന്നേ, ഇനി വീട് കയറി തല്ലുമ്പോൾ അവളും ഉണ്ടല്ലോ അവിടെ, അവൾക്കിട്ട് 4 പൊട്ടിക്കും, ഞാനും കൂടെ വരാം, നിങ്ങൾ കയറി തല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നെയും കൂടെ വിളിക്കും, ഞാനും കൂടെ വന്നിട്ട് നമുക്ക് 4 കൊടുക്കാം അവളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ആ മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നമ്മളുടെ നന്ദു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ, എവിടെയെങ്കിലും വിട്ടു പോയിട്ടെങ്കിലും ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോണത്. അപ്പോൾ അബിയും ജലജയും അനാമികയും ഒരൊറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് അനന്തപുരിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തായാലും കഥയ്ക്കൊരു നീണ്ടു പോകണമെന്നില്ല കഥ. എന്തായാലും നോക്കാം, രസമുണ്ട്. ഇനിയിപ്പോൾ ഏത് തരത്തിലെത്തുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ കഥയാണ്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആദ്യം പറയേണ്ട അവസാനം പറഞ്ഞു ആദ്യം പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരും, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.